ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന റെസിപ്പി ഈ ചൂട് സമയത്ത് ഉണ്ടാക്കി കുടിക്കാൻ പറ്റിയ ജ്യൂസിന്റെ റെസിപ്പിയാണ്. നമ്മളിത് ഉണ്ടാക്കുന്നത് പച്ചമാങ്ങ വെച്ചിട്ടാണ്. അപ്പോൾ നാട്ടിൽ പച്ചമാങ്ങയുടെ സീസണാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു പച്ചമാങ്ങയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയുമാണ്. ഇനി വേണ്ടത് പുതിനയുടെ ഇലയാണ്. പുതിനയില തണ്ടിൽ നിന്നെല്ലാം അടർത്തി നന്നായിട്ട് കഴുകി വെള്ളമെല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു ടീസ്പൂൺ സബ്ജ സീഡ് അഥവാ കറുത്ത കസ്കസ് നല്ലതുപോലെ കഴുകിയെടുത്തതിന് ശേഷം വെള്ളത്തിൽ കുതിരാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ആദ്യം പച്ചമാങ്ങയുടെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞെടുക്കണം. തൊലി കളഞ്ഞെടുത്ത പച്ചമാങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് മിക്സിയിൽ ഒരു വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചി തൊലി കളഞ്ഞെടുത്തതും ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പുതിനയുടെ ഇലയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഫ്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കുരുമുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കുരുമുളക് പൊടി ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി, അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂണൊക്കെ ചേർത്താലും മതിയാകും. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പുപൊടിയും 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം. പഞ്ചസാര നിങ്ങളുടെ മധുരത്തിന്റെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് പഞ്ചസാര വേണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ് മാത്രം ഇട്ടിട്ട് നമുക്ക് ജ്യൂസ് അടിച്ചെടുക്കാം. പഞ്ചസാരക്ക് പകരമായിട്ട് തേൻ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. ഞാൻ ഇതിലേക്ക് ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി മിക്സി മൂടി ഇതൊന്ന് നല്ലപോലെ അടിച്ചെടുക്കണം. ജ്യൂസ് നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ബൗളിന്റെ പുറത്ത് അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അടിച്ചെടുത്ത ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ജ്യൂസ് ഒഴിച്ചു കഴിഞ്ഞാൽ സ്പൂൺ കൊണ്ടൊന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. അരിച്ചെടുത്ത ജ്യൂസിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന കുറച്ച് കസ്കസും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മധുരം വേണമെങ്കിലൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അല്ല നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ പുളി കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. റെഡിയായ ജ്യൂസ് നമുക്കൊരു സർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സും മിന്റ് ലീവ്സൊക്കെ വെച്ച് ഗാർണിഷ് ചെയ്യാം. ഇപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയും നല്ല ഹെൽത്തിയുമായ നമ്മുടെ പച്ചമാങ്ങ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സാക്കിയിട്ട് ഷെയർ ചെയ്യാം. വീണ്ടും ഇതുപോലെ സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.